ഹായ്, ഇത് നമ്മൾ തൃശ്ശൂരിൽ നിന്നും കോഴിക്കോട് തലശ്ശേരി ഭാഗത്തേക്ക് ഓടിയിരുന്ന താമര ബസ്സാണിത്. ഇപ്പോൾ ഏകദേശം 5 വർഷത്തോളമായിട്ട് ഇതിങ്ങനെ കിടക്കുകയാണ്. കാരണം നേരത്തെ നല്ല രീതിയിൽ സർവീസ് ആയിരുന്നൊരു പെർമിറ്റായിരുന്നു തൃശ്ശൂർ കോഴിക്കോട് തലശ്ശേരി റൂട്ടിൽ ഓടിയിരുന്ന താമര ഗ്രൂപ്പിൻ്റെ ഈ ബസ്. കൊറോണയ്ക്ക് ശേഷം ഈ വണ്ടി ഇതുവരെ ഓടിയിട്ടില്ല. ഇപ്പോൾ ഏകദേശം ഇതാ കാടെല്ലാം പിടിച്ചിങ്ങനെ വണ്ടിയാകെ പണിയായിട്ട് റോഡ് സൈഡിൽ ഇങ്ങനെ കിടക്കുക പറമ്പിൽ. ഇതാണ് വണ്ടിയുടെ നിലവിലുള്ള അവസ്ഥ. തൃശ്ശൂരുള്ള താമര ഗ്രൂപ്പിൻ്റെ വണ്ടിയായിരുന്നു ഇത്. ഏകദേശം 6-7 വണ്ടികൾ തൃശ്ശൂർ കോഴിക്കോട് വണ്ടികളുണ്ടായിരുന്നു ലൈനിൽ. കൊറോണയ്ക്ക് ശേഷം അവരെല്ലാം കളം വിട്ട് പോയത് കൊണ്ട് ഇപ്പോൾ ഒരു ബസ്സും നിലവിൽ താമര ഗ്രൂപ്പിനില്ല. നല്ലൊരു പെർമിറ്റായിരുന്നു തൃശ്ശൂർ കോഴിക്കോട് തലശ്ശേരി ഓടിയിരുന്ന ഈ പെർമിറ്റും വണ്ടിയും. അത്യാവശ്യം നല്ല ആളുള്ള വണ്ടിയൊക്കെ ആയിരുന്നു. പിന്നെ എന്ത് പറ്റിയെന്നവരെല്ലാം പെട്ടെന്ന് ഇങ്ങനെ കയറിപ്പോകേണ്ട അവസ്ഥ വന്നത് പെർമിറ്റ് വിഷയം തന്നെയാണ്. 140 കിലോമീറ്ററിന് മുകളിലേക്ക് പെർമിറ്റുകൾ പുതുക്കി നൽകാത്തത് കൊണ്ട് ഇതുപോലെ കട്ടപ്പുറത്ത് കയറിക്കിടക്കേണ്ട അവസ്ഥയാണ് വണ്ടികൾക്ക് ഇപ്പോൾ കേരളത്തിലുണ്ടായിട്ടുള്ളത്. തമിഴ്നാട് കേന്ദ്രീകരിച്ചിട്ടുള്ള ഓപ്പറേറ്റേഴ്സായിരുന്നു താമര ഗ്രൂപ്പിൻ്റെ ഓണേഴ്സ്. തമിഴ്നാട്ടിലാണ് അവരുടെ മെയിനായിട്ടുള്ള വണ്ടികളും സർവീസും കാര്യങ്ങളൊക്കെ വരുന്നത്. തൃശ്ശൂർ കോഴിക്കോട് റൂട്ടിൽ 7ഓളം വണ്ടികളുണ്ടായിരുന്നു. നിലവിലെല്ലാ പെർമിറ്റുകളും അവർ അവസാനിപ്പിച്ച് പോയി. ഇപ്പോൾ ഈ വണ്ടി ഇങ്ങനെ കിടക്കുവാണ്. വണ്ടി ആകെ ഒരു പരിവശമായിട്ടുണ്ട് ഏകദേശം. ഇനി എന്നാണോ അറിയില്ല തൃശ്ശൂർ കോഴിക്കോട് തലശ്ശേരി റൂട്ടിലേക്ക് വണ്ടി തിരിച്ചെത്തുക എന്നുള്ളത്. മികച്ച പെർമിറ്റും സർവീസൊക്കെ തന്നെ ആയിരുന്നു. അപ്പോൾ ഇതാണ് വണ്ടിയുടെ നിലവിലുള്ള അവസ്ഥ. മൊത്തം പൊളിഞ്ഞ് തേക്കല്ലാകെ ഒരു പരിവശമായിരുന്നു കേട്ടോ. ഇതൊക്കെയാണ് അവസ്ഥ എന്ന് പറയുന്നത്. ഇതുപോലെ അനേകം ബസ്സുകൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 140 കിലോമീറ്റർ മുകളിലേക്കുള്ള പെർമിറ്റുകൾ നിലവിൽ സംസ്ഥാന സർക്കാർ പുതുക്കി നൽകാത്തത് കൊണ്ട് ഇതുപോലെ കാടുകളിലും വഴിയോരത്തൊക്കെ വിശ്രമിച്ച് സമയം കളയുന്ന പരിപാടിയാണിത്. ഇപ്പോൾ ഏകദേശം 6 കൊല്ലം കഴിഞ്ഞു അല്ലേ. വണ്ടിയെല്ലാം ബോഡിയെല്ലാം പൊളിഞ്ഞ ആകെ ഒരു പരിവശമായി.